ഇന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മുളക് ഉള്ളി ഇടിക്കുന്ന വീഡിയോ ആട്ടെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ചത് രാവിലെ കൊച്ചുള്ളി നല്ല വലിയ കൊച്ചുള്ളി ആയിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷെഫിന്റെ വീഡിയോ ഒക്കെ ഇടത്തില്ല, അതുപോലെ ഇങ്ങനെ സ്വാഗ് ഒക്കെ കാണിച്ചിടുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുള്ളി കുറച്ച് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലും മൂക്കിലും അയ്യോ എൻ്റെ കണ്ണ് മൂക്കും ചെവി എല്ലാം പോയി ഗൈസ്. എനിക്ക് പിന്നെ കുറേ നേരത്തേക്ക് ഒന്നും ഓർമ്മയില്ല, വീഡിയോ ഓൺ ആണെന്ന് പോലും ഞാൻ മറന്നു. എന്നാലും ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുള്ളി പൊളിച്ചതിൻ്റെ വറ്റൽ മുളക് അല്ലേ, അങ്ങനല്ലേ പറയുന്നത്. അത് പിന്നെ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് കളയാതെ ഇടുമായിരിക്കുമല്ലോ, ഞാൻ കളയും. അതും കൂടെ ചെയ്ത് വെച്ചപ്പോഴാണ് വെയിലത്ത് ഞാൻ കുറച്ച് ടിന്ന് ഉണക്കാൻ വെച്ച അരി ഓർത്തത്. കാരണം കുറച്ച് ദിവസം കൊണ്ട് ഈ ടിന്ന് കഴുകണമെന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെയുള്ളൂ, നമുക്ക് മടി വരുമല്ലോ. അങ്ങനെ ഈ ടിന്നിൽ ഇട്ട് വെക്കാനുള്ള സാധനം എല്ലാം കൂടെ ഒരൊറ്റ ബക്കറ്റിൽ ഇട്ട് വെച്ചേക്കും. ഇപ്പം അതെല്ലാം ഉണക്കി പെറുക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക്, പിന്നെന്താണ് സാമ്പാർ പരിപ്പ്, ഉഴുന്ന്, അങ്ങനെയുള്ള സാധനങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് എന്താ ചേട്ടൻ കൊണ്ടുവന്ന ഈ മഞ്ഞൾ ഞാൻ കണ്ടത്. എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്തോ പറഞ്ഞായിരുന്നു, അത് ഞാനിപ്പം മറന്നു. അങ്ങനെ പിന്നെ അത് പൊട്ടിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പൊട്ടിച്ചിട്ട് നല്ല വെയിലാണ്ട് തന്നെ ടിന്ന് ഞാൻ കുറച്ച് നേരം ഉണക്കിയുള്ളൂ കേട്ടോ. അങ്ങനെ മടി പിടിച്ച ആ എന്താ പറയാ മൂടൊക്കെ മാറ്റിയിട്ട് എല്ലാം നല്ല ടിന്നിലിട്ട് ഇത് അടുക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എന്തൊരു സന്തോഷം. അങ്ങനെ പിന്നെ നമ്മുടെ മുളക് ഉള്ളി ഇടിക്കാൻ വേണ്ടത് കൊച്ചുള്ളി, വറ്റൽമുളക്, പിന്നെ കുറച്ച് കുരുപുളി. അങ്ങനെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതാണ്ട് സ്റ്റവ് എത്തിക്കാൻ മറക്കല്ലേ. വെളിച്ചെണ്ണയിൽ ദേ അതിങ്ങനെ ചൂടായി വന്നപ്പോൾ കൊച്ചുള്ളി ഇട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ തണ്ടി മുളക് ഒത്തിരി ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ആദ്യം കൊച്ചുള്ളിയാണ് ജാറിനകത്തിട്ട് അടിക്കുന്നത്. അതൊന്ന് കറക്കി കഴിയുമ്പോൾ ദാ ഇത്രയും ഇങ്ങനൊരു ഇതായിട്ട് വരും. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും പുളിയെല്ലാം ഇട്ട് കഴിയുമ്പോൾ അയ്യയ്യോ എന്താണ് പറയേണ്ടത്, അടിപൊളി. പിന്നെ ദാ ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് സുഖമാണ് guys. മീനും ഒന്നും വേണ്ട, അച്ഛനും ഇത് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഇത് കഴിക്കാറുള്ളൂ. അങ്ങനെ പിന്നെ ദാണ്ട് അതൊരു ബൗളിനകത്തോട്ട് ഇടും. ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ഷോയുള്ള ബൗൾ എടുക്കുന്നത്. ഞാനൊരു ടീമിലാണ് അടച്ചു വെക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് ഒഴിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ചേറെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. തുറന്നപ്പോഴേ എൻ്റെ കണ്ണിലും മൂക്കിലും എല്ലാം കൂടെ മുളകിൻ്റെ ഗ്യാസ് കയറിയിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറയണമെന്ന് അറിയാൻ വയ്യ. അങ്ങനത്തെ ഇങ്ങനായി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പഴഞ്ചോറൊക്കെ ഉണ്ടെങ്കിൽ തൈരും ഒക്കെ അടിച്ച് ഇതുമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. അങ്ങനെ പിന്നെ അത് മൂപ്പിച്ച ചട്ടിയിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഒഴിച്ചിട്ട് നിങ്ങളെ കാണിക്കുകയാണ് ഗൈസ്. നോക്കൂ, നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിക്കൂ. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പാറും കൃതിയായി വന്ന്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് അല്ല 2 യോഗട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ നമുക്ക് ഉത്സവമൊക്കെയാണ് വരുന്നത്, അപ്പം നമ്മൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെയാണ്, പോകണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.